ആർ റിവേഴ്സ്. നമ്മളിതാ റുബിക്സ് ക്യൂബ് തീർന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളിന്ന് 3x3 റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവുകയാണ്. അതും വളരെ സിമ്പിളായിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് കാണിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റുബിക്സ് ക്യൂബ് ശരിക്കും പറഞ്ഞാൽ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻ്റെ ആവശ്യമുണ്ട്. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു 6 ഇക്വേഷൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഇക്വേഷൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഇക്വേഷൻ. ഈ 6 ഇക്വേഷനാണ് നമുക്ക് വേണ്ടതും. ഇത് ഫുള്ള് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത്ര ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ വേറെ കുറേ യൂട്യൂബേഴ്സും ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവരും കുറേ നൊട്ടേഷൻസ് ഇക്വേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ലെറ്റേഴ്സിൻ്റെ മാറ്റം മാത്രമേ കാണത്തുള്ളൂ. യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്തോ ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സംഭവം എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. എളുപ്പമാണ്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഈ ഒരു ടോപ്പ് ലെയർ നമുക്കിപ്പോൾ ആദ്യമേ കംപ്ലീറ്റ് ആക്കേണ്ടത് ഈ ടോപ്പ് ലെയറാണ്. ഇതിപ്പോൾ ഒരു ടേബിൾ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് ലെയറും ആ ഒരു ടോപ്പ് ഈ ഒരു ഫേസിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ലെയർ കണ്ടോ നിങ്ങൾ, ഈ ഒരു ലെയറാണ് നമുക്ക് ആദ്യമേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡ് ചൂസ് ചെയ്യുക. എനിക്കിപ്പം എൻ്റെ ഫേവറേറ്റ് കളർ റെഡ് ആയതുകൊണ്ട് ഞാൻ റെഡ് എടുത്തു. ഓക്കെ, അപ്പം ഇതിപ്പോൾ നമുക്ക് ആദ്യമേ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങൾ ഫസ്റ്റ് ഒരു പ്ലസ് ഉണ്ടാക്കാൻ നോക്കുക. ആ പ്ലസ് ഉണ്ടാക്കിയതിന് ശേഷം ഈ കൂടെ കിടക്കുന്ന ഉണ്ടാക്കിയിട്ട് കാണിക്കുക. അതായിരിക്കും കുറേ കൂടെ എളുപ്പം. അപ്പോൾ ആദ്യമേ നിങ്ങളൊരു പ്ലസ് ഉണ്ടാക്കിയെടുക്കുക. പ്ലസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ 4 ബ്ലോക്കില്ലേ, അതിനോട് ചേർന്ന് കിടക്കുന്ന ഫേസിൻ്റെ കളറും അത് തന്നെ ആയിരിക്കണം. കണ്ടോ, ബ്ലൂ, വൈറ്റ്, ഗ്രീന്, യെല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 കോർണറും ഓരോ ഫേസിനോട് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്ന ഓരോ സൈഡിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസും കംപ്ലീറ്റ് ചെയ്തു, ഒരു ഫസ്റ്റ് ലെയറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഇത്രയും കാര്യം ബേസിക്കാണ്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഇക്വേഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സെൻസ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ലെയർ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് നോക്കണ്ട. നമ്മളിപ്പോൾ ഒരു ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി സെക്കൻഡ് ലെയർ കണ്ടോ, ഈ ഒരു ലെയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതാണിനി അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം. അതിന് നമുക്ക് കുറച്ച് ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സൈഡ് മനസ്സിലാക്കണം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കണ്ണിന് നേർക്കിരിക്കുകയാണ്. ഇപ്പം ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഈ സൈഡ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം എനിക്കിത് ഫേസാണ്, ഇത് എഫ് ഫേസ്, ഇത് റൈറ്റ്, ഇത് ആറാണ്, ഇത് ലെഫ്റ്റ്, ഇത് എല്, ഇത് യു അപ്പർ, യു ഈ ഏറ്റവും ബാക്കിൽ എൻ്റെ ഈ ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ബാക്ക്. ഓക്കെ, അപ്പം ഇത്രയാണ് നൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസ് എഫ്, ആറ്, എല്, യു, ബാക്ക്, ബി. നൊട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു റിവേഴ്സും എഫ് റിവേഴ്സും ഒക്കെ നിങ്ങളിപ്പോൾ ഇക്വേഷനകത്ത് കണ്ടു കാണും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറഞ്ഞു തരാം. ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇതാണ് 6. നമ്മൾ അങ്ങോട്ട് കറക്കുന്നത് 6ഉം 6 റിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചതാണ് ഇങ്ങോട്ട് 6 റിവേഴ്സ്. അതുപോലെ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലോട്ട് കറക്കുന്നത് എഫും
ലെഫ്റ്റിലോട്ട് കറക്കുന്നത് എഫ് റിവേഴ്സും എല്ലാം അത് ആ ഒരു രീതി തന്നെയാണ്. റൈറ്റിലോട്ട് കറക്കുന്നത് ആ ലെറ്ററും ലെഫ്റ്റിലോട്ട് തിരിക്കുന്നത് ഈ പറയുന്ന പോലെ റിവേഴ്സും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് മാറ്റി വെച്ചല്ലോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് ടീ ആണ്. ഇതുപോലൊരു ടീ ഷേപ്പാണ് നമുക്കിനി വേണ്ടത്. അപ്പോൾ ആ ടീ ഷേപ്പ് എനിക്കിപ്പോൾ ഒരു ഇൻവേർട്ടഡ് ടീ കിട്ടി. അപ്പോൾ ഞാൻ ഇത് തന്നെ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ടീയുടെ ടെയിൽ ഇവിടെ കിടക്കുന്ന ആളുടെ കൂടെയുള്ള കളർ ഇതാ നോക്കുക. ഇവൻ എവിടെയാണ് കറക്റ്റ് വരേണ്ടത്? ഇവിടെയാണോ ഇവിടെയാണോ? അപ്പോൾ ഇത് ബ്ലൂ ആണ്, ഇവനെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഇപ്പോൾ ഈ മുകളിൽ ഇങ്ങനെ കാണാം. ഈ ഇക്വേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ. ഇതാണ് യു, ഇതാണ് ആർ. യു ആർ, യു റിവേഴ്സ്, ആർ റിവേഴ്സ്, യു റിവേഴ്സ്, എഫ് റിവേഴ്സ്, യു എഫ്. സിമ്പിൾ, മനസ്സിലായല്ലോ? നമ്മളിവിടെ ഉണ്ടായിരുന്നതിനെ പിടിച്ച് ഇവിടെ ആക്കി. ആ വൈറ്റും ബ്ലൂവും ഇപ്പോൾ ഇവിടെ എത്തി. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത സൈഡ് ഏതാണ്? അടുത്തതാണ്ട് ഇവൻ ഗ്രീനും യെല്ലോയും. ഇവൻ വരേണ്ടത് ഇവിടാണ് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ അടുത്ത ഇക്വേഷൻ യൂസ് ചെയ്യും. ആ ഇക്വേഷൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുകളിൽ ഇങ്ങനെ കാണാം. ഈ ഇക്വേഷൻ കണ്ടില്ലേ? നമ്മൾ നേരത്തെ യൂസ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇക്വേഷനാണ് ഇപ്പോൾ മുകളിൽ കാണിച്ചത്. ആ നൊട്ടേഷൻ ഇപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് യു ആണ്, ഇത് എൽ ആണ്. അപ്പം ഇത് രണ്ടും വെച്ച് നമ്മൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ലെയർ കംപ്ലീറ്റ് തീർക്കാൻ നോക്കുക. അപ്പം നമ്മളിത് വെച്ചിട്ട് നമ്മളിതാ ഇപ്പോൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. യു റിവേഴ്സ്, എൽ റിവേഴ്സ്, യു എൽ, യു എഫ്, എഫ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും യു റിവേഴ്സ്, എഫ്. കണ്ടോ? സിമ്പിൾ. നമ്മളിതാ ഫുള്ള് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് തീർത്തു. ഇനി നമ്മൾ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തു, 2 ലെയർ തീർത്തു. ഇനി നമുക്കിതാ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടാക്കിയെടുക്കണം. പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓറഞ്ച് അല്ലേ? അത് നോക്കിയോ കളറിൻ്റെ. ഇതിപ്പോൾ ഓറഞ്ചാണ്. നമ്മളിവിടെ ഈ ഓറഞ്ച് ഒരു പ്ലസ് ഷേപ്പ് കൂടാതെ ഏതെങ്കിലും ഒരു കോർണറിൽ ആ ഓറഞ്ചും ഇടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ്സും ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ഓറഞ്ചും ആ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു ഷേപ്പിൽ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് നിങ്ങളിപ്പോൾ എന്താ ഈ മുകളിൽ കാണുന്ന ഈ ഇക്വേഷൻ. എഫ് യു ആർ, യു റിവേഴ്സ്, ആർ റിവേഴ്സ്, എഫ്. ഞാൻ ഇപ്പോൾ ചെയ്ത് നോക്കുകയാണ്. എഫ് യു ആർ, യു റിവേഴ്സ്, ആർ റിവേഴ്സ്, എഫ് റിവേഴ്സ്. ഒന്നും ആയില്ല, ഒരു പ്ലസ് കിട്ടി. നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. എഫ് യു ആർ, യു റിവേഴ്സ്, ആർ റിവേഴ്സ്, എഫ് റിവേഴ്സ്. ഒന്നും ആയില്ല. നമ്മളിപ്പോൾ ആ ചെയ്തുകൊണ്ടിരുന്ന ഇക്വേഷൻ എഫ് യു ആർ, യു റിവേഴ്സ്, ആർ റിവേഴ്സ്, എഫ് റിവേഴ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ വേണം. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺ നമ്മളിതാ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ഇതിപ്പോൾ എൻ്റെ ഇടത്തെ കൈയാണ്, ഇത് വലത്തെ കൈ. ഈ ഒരു സൈഡിലേക്ക് തുറന്നിരിക്കണം. ഇതിൻ്റെ ഈ കോർണർ നമ്മുടെ ലെഫ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ, ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ ചെയ്യണം. എന്ന് വെച്ച് ഇക്വേഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്. ഈ 3 ഓറഞ്ചിനെ നമുക്ക് എവിടെ കൊണ്ടുവരണം? ഇവിടെയും കൊണ്ടുവരണം. അതിനാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇക്വേഷൻ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ എന്ന് നോക്കിയോ. ആർ യു, ആർ റിവേഴ്സ്, യു ആർ, യു യു, ആർ റിവേഴ്സ്. കണ്ടില്ലേ? നമ്മൾ ആ സൈഡിലുണ്ടായിരുന്ന ഇവിടെ ഇരുന്നമാരെ മൊത്തം പിടിച്ച് മുകളിൽ കൊണ്ടുവന്ന് ഈ ഒരു ലെയറും കംപ്ലീറ്റ് ആയി. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ലെയർ കഴിഞ്ഞു, അടുത്ത ഇത് കഴിഞ്ഞു, ഈ ലെയർ കഴിഞ്ഞു, ഈ ലെയർ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ലെയർ ഇതാണ്ട് ഈ പറയുന്നമാരെ കംപ്ലീറ്റ് ആക്കണം. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2 കോർണറിൽ നമുക്ക് സെയിം കളർ കിട്ടണം. അങ്ങനെ ഒരു ഫേസ് ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ. അപ്പം എന്താ ആ ഒരു ഫേസ് എനിക്ക് കിട്ടി. കണ്ടോ? ഗ്രീനാണ്. അവനെ ഞാൻ ഗ്രീനിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ അടുത്തൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം. ആ ഇക്വേഷനാണ് നിങ്ങൾ ഇതാണ്ട് ഈ മുകളിൽ കാണുന്ന ഇക്വേഷൻ.
അത് യൂസ് ചെയ്യുക. ഇതാണ്ട ഇക്വേഷൻ ഇതാണ്. ആർ റിവേഴ്സ് എഫ് ആർ റിവേഴ്സ് ബി ബി ആർ എഫ് റിവേഴ്സ് ആർ റിവേഴ്സ് ബി ബി ആർ ആർ. കണ്ടോ? നിങ്ങൾക്കിതാ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു പാറ്റേൺ കിട്ടിക്കാണും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഇനി ഈ ഒരു ബ്ലോക്ക് മാത്രമേ ഉള്ളൂ തീർക്കാനായിട്ട്. ഇതിനെ തീർക്കാനായിട്ട് ഇനി ഒന്നുമില്ല, ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫേസ് വെച്ച് ട്രൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പം തീർന്ന് കിട്ടും. ഇക്വേഷൻ ഇതാ അവസാനത്തെ ഇക്വേഷൻ ഈ മോളിൽ കാണുന്ന ആ ഇക്വേഷനും കൂടെ ഉള്ളൂ. ഇതാ നോക്കിക്കോ. ആർ ആർ യു ആർ യു ആർ റിവേഴ്സ് യു റിവേഴ്സ് ആർ റിവേഴ്സ് യു റിവേഴ്സ് ആർ റിവേഴ്സ് യു ആർ റിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസ് തീർന്നു, അടുത്ത ഫേസ് തീർന്നു, അടുത്ത ഫേസ് തീർന്നു. ഇനിയുള്ള നോക്കിയാൽ മനസ്സിലാവും എന്താ ബ്ലൂ യെല്ലോ ഗ്രീനും കൂടെ ഉള്ളൂ. ഇപ്പം നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട ബ്ലോക്സ് ഏതൊക്കെയാണ് നോക്കുക. ഈ ഗ്രീനും ഓറഞ്ചും ഇവിടെ വരണം, ഈ ബ്ലൂ ഓറഞ്ചും ഇവിടെ വരണം, ഈ യെല്ലോയും ഓറഞ്ചും ഇവിടെ വരണം. അപ്പോൾ അതിന് ഒന്നും ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പം നമ്മൾ ആയമ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ചും ഗ്രീനും ഇവിടെ കൊണ്ടുവരും, ഈ ഓറഞ്ച് യെല്ലോയും ഇവിടെ കൊണ്ടുവരും, ഈ ഓറഞ്ചും ബ്ലൂവും ഇവിടെ കൊണ്ടുവരും. അതിനാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നടുക്കായിട്ട് വെക്കുക. കണ്ടോ, രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം ഉണ്ട്. എന്നിട്ട് നമ്മൾ സെയിം ഇക്വേഷൻ ഒന്നും കൂടെ ചെയ്യുക. ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടെ ചെയ്തു. ഇനി ആ ഇക്വേഷൻ ഒന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആയി. ഇവനെ ഇവിടെ എത്തും, ഇവൻ ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ അത് തന്നെ ഒന്നും കൂടെ ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ മതി. ആർ ആർ യു ആർ യു ആർ റിവേഴ്സ് യു റിവേഴ്സ് ആർ റിവേഴ്സ് യു റിവേഴ്സ് ആർ റിവേഴ്സ് യു ആർ റിവേഴ്സ്. നമ്മളിതാ റുബിക്സ് ക്യൂബ് തീർന്നു. ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈം ചാനൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്യുക. സബ് ചെയ്താൽ മാത്രം പോരാ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ.